പോരാട്ടം നമുക്കൊരു വലിയ വിഷയമാകത്തില്ല. കാരണം ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുക. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും ആത്മാവിന്റെ ഇഷ്ടവും ജഡത്തിന്റെ ഇഷ്ടവും തമ്മിൽ രണ്ട് തലത്തിലാണ്. ആത്മാവ് പറയും വേണ്ടാന്ന്, പക്ഷെ ജഡം പറയും വേണമെന്ന്. ജഡവും ആത്മാവും തമ്മിലൊരു യുദ്ധമാണ്. ആമേൻ. എന്നാൽ ആത്മാവിനെ അനുസരിക്കുമ്പോൾ ജഡം നമുക്ക് കീഴ്പ്പെടും. ചില സാഹചര്യങ്ങളിൽ രണ്ട് പറയണമെന്ന് തോന്നും, പക്ഷെ ആത്മാവ് പറയും പറയരുത്, കൃപവും. പക്ഷെ ജഡം പറയില്ല, രണ്ട് പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ. പക്ഷെ ആത്മാവ് പറയുന്ന കേട്ട് മിണ്ടാതിരിക്കുമ്പോൾ ജഡത്തെ പിടിച്ച് കൂച്ചുവലങ്ങിട്ട് ഒതുക്കുക. കാരണം ഇടുക്ക് വാതിലൂടെ കടക്കാൻ പോരാടാനാ കർത്താവ് പറഞ്ഞത്. അപ്പോൾ നാവിനോട് പോരാടി, വായോട് പോരാടി. രണ്ട് കൊടുക്കണമെന്ന് തോന്നി, കൈ പൊക്കണമെന്ന് തോന്നി. ജഡം പറഞ്ഞില്ല, രണ്ട് കൊടുക്കണം. പക്ഷെ ആത്മാവ് പറയും ഇല്ല, കൈ പൊക്കരുത്, കയ്യെ പിടിച്ചൊതുക്കുക. അവിടെ ആത്മാവ് ജയമെടുത്തു. അപ്പോൾ ഒരു പോരാട്ടത്തെ നമ്മൾ ജയിച്ചു. കാരണം കൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഈ കൃപയുടെ വാതിൽ എന്നും ഓപ്പൺ ആയിട്ടിരിക്കുമെന്ന് ചിന്തിക്കരുത്.